സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളെയും വിദ്യാഭ്യാസ അവകാശങ്ങളെയും അട്ടിമറിക്കുന്ന PM-ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നുവെന്നും അതിലൂടെ വലിയ രീതിയിൽ കേന്ദ്ര ഫണ്ട് ലഭിച്ചേക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെയും നിലവിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും വാദങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുന്നതും പൂർണ്ണമായും അസത്യവുമാണ്. പാർലമെന്റിൽ കോൺഗ്രസ് രാജ്യസഭാ അംഗം ജെബി മേത്തർ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി നൽകിയ ഔദ്യോഗിക മറുപടിയിലൂടെ സർക്കാരിൻ്റെ നുണപ്രചരണങ്ങൾ പൂർണ്ണമായി പൊളിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പാർലമെന്റ് മെമ്പറായിട്ടുള്ള അബ്ദുൽ വഹാബ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനായി വന്ന 1155 അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനായി വന്നതിലും ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദമായി കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വ്യക്തമാക്കലിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് കള്ളം പറയുകയാണ്. മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ സംസ്ഥാനത്തെ ജനങ്ങൾ വിശ്വസിക്കാൻ വയ്യാത്ത നിലയിലാണ് ഓരോ വിഷയങ്ങളിലും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എന്ത് വിളിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ താല്പര്യങ്ങൾക്കും കുട്ടികളുടെ ഭാവിക്കും വിഘാതമായ ഈ പദ്ധതി എന്തുകൊണ്ട് കേരളം നടപ്പിലാക്കരുത് എന്ന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കേരളത്തിലെ സ്കൂളുകളുടെ ഈ പാർലമെന്റിൽ വന്നിട്ടുള്ള മറുപടി ഞാൻ ഒന്ന് പറയാം. കേരളത്തിലെ സ്കൂളുകളുടെ എണ്ണത്തിന്റെ ചോദ്യത്തിന് മറുപടി 0. ഈ PM-ശ്രീയിൽ അംഗമായിട്ടുള്ളവരുടെ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ നൽകിയ രേഖകൾ പ്രകാരം പദ്ധതിക്കായി തട്ടുകളായി തിരിച്ച് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന ചലഞ്ച് മോഡിൽ കേരളത്തിലെ ഒരു സംസ്ഥാന പൊതുവിദ്യാലയം പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ചോദ്യത്തിന് ഉത്തരം അതാണ്, 0. കേന്ദ്രത്തിന് കീഴിലുള്ള KVS NVS സ്കൂളുകളിൽ മാത്രമാണ് പട്ടികയിലുള്ളത്. കിട്ടിയ ഫണ്ട് PM-ശ്രീ ഫണ്ടല്ല. കേരളത്തിന് അനുവദിച്ചതായി പറയുന്ന 99,27,00,000 രൂപ PM-ശ്രീ നടപ്പിലാക്കിയതിന് കിട്ടിയതല്ല, മറിച്ച് സമഗ്ര ശിക്ഷ വഴിയുള്ള വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള സ്വാഭാവിക വിഹിതം മാത്രമാണ്. ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാത്ത തമിഴ്നാടിനും ഇത് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേട്ടത്തിനായുള്ള തട്ടിപ്പ്, കുട്ടികളുടെ അവകാശമായ RT ഫണ്ടിനെ PM-ശ്രീയുടെ അക്കൗണ്ടിൽപ്പെടുത്തി സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. പ്രായോഗിക തടസ്സങ്ങളും സമയപരിമിതിയും പദ്ധതി അവസാനിപ്പിക്കുവാൻ 7 മാസം മാത്രം. ഈ പദ്ധതിയുടെ കാലാവധി അവസാനിപ്പിക്കുവാൻ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പദ്ധതി ദീർഘിപ്പിക്കുവാനുള്ള ഒരു ഉത്തരവും കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടില്ല. സങ്കീർണവും സമയമെടുക്കുന്നതുമായ നടപടിക്രമങ്ങൾ. സ്കൂൾ തിരഞ്ഞെടുപ്പ് UDAIS പ്ലസിലെ എൻറോൾമെന്റ് ഡാറ്റ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ഓണപരീക്ഷ സമയത്തെ ജോലിഭാരം. ലിസ്റ്റിലുള്ള സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ 7 മേഖലയിലെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം. സംസ്ഥാന തലത്തിൽ ഇത് പരിശോധിക്കാൻ 1 മാസം വേണം. നമ്മുടെ കുട്ടികളുടെ ഓണപരീക്ഷ സമയത്താണ് ഈ അനാവശ്യ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും സംസ്ഥാന ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. കടമ്പകളേറെ ഉണ്ട്. ഒന്ന്, ബാങ്ക് അക്കൗണ്ടുകൾ, സ്പർശ് വഴി RBI ലിങ്ക് ചെയ്തിട്ടുള്ള ഫണ്ട് കൈമാറ്റം, ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസറുടെ നിയമനത്തിന് AGയുടെ അനുമതി തുടങ്ങിയ നിരവധി നടപടിക്രമങ്ങളാണ് ഇത് പൂർത്തീകരിക്കേണ്ടി വരുന്നത്. ഫലത്തിൽ 3 മാസമാണ് കിട്ടുന്നത്. ഇത്രയും സങ്കീർണമായ പ്രക്രിയകൾ പൂർത്തിയാക്കുമ്പോഴേക്കും പദ്ധതിക്ക് 3 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടാകൂ. ദുർബലമായ സ്കൂളുകളെ തള്ളുന്നു, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധിക സാമ്പത്തിക ബാധ്യത, സംസ്ഥാനത്തിന് വിവേചനപരമായ തിരഞ്ഞെടുപ്പ്. സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ കുട്ടികളുള്ള, മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ വലിയ തുക മുടക്കി നന്നാക്കിയ സ്കൂളുകളെ മാത്രമേ കേന്ദ്രം പരിഗണിക്കുകയുള്ളൂ.
അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്. നമ്മളിപ്പോൾ നന്നാക്കി പിന്നെ ലിഫ്റ്റും AC യും പിന്നെ അതുപോലെയൊക്കെയുള്ള നന്നായിട്ട് ഇട്ടിരിക്കുന്ന ആ സ്കൂളുകളെ പരിഗണിക്കപ്പെടുകയുള്ളൂ. പദ്ധതി കഴിഞ്ഞാലും അതിൻ്റെ ബാധ്യത സർക്കാരിനാണ്. പദ്ധതി കാലാവധി കഴിഞ്ഞാലും ഈ സ്കൂളുകൾ PM ശ്രീ എന്ന പേരിൽ അറിയപ്പെടുകയും കേന്ദ്ര നയങ്ങൾ തുടരേണ്ടി വരികയും ചെയ്യും. അതിനുള്ള ഫണ്ട് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും അർഹതപ്പെട്ട പൊതുഫണ്ടിൽ നിന്നാണ് വിനിയോഗിക്കപ്പെടേണ്ടത്. പാഠ്യപദ്ധതിയിലെ കേന്ദ്രീകരണവും RSSന്റെ അജണ്ടയും നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.